ബ്ലാക്കീസ് നിർത്തി, ഇനിയില്ല. നീ തന്നെ താനെ ചെയ്യും, നീ തന്നെ താനെ ചെയ്യും. ഇല്ല ഇല്ല, ആ സാധനത്തിൽ ഞാൻ ഇനി എന്റെ പേര് മഞ്ജു പത്രോസ് എന്നാണെങ്കിൽ ഇനി ഞാൻ ആ സാധനത്തിൽ കൈവെക്കണമെങ്കിൽ ഞാൻ രണ്ടാമത് ജയിക്കണം. ഹലോ, വെൽക്കം ടു ബ്ലാക്കീസ് വ്ലോഗ്. ഹായ്. പറ, നീ പറ. ഇതേ ഞാനും മഞ്ജും കൂടി ഇവിടെ വന്നിട്ടുണ്ട്, എപ്പോഴും വരുന്നത് പോലെ. വരാറില്ലല്ലോ. സത്യമായിട്ട് നല്ല ചമ്മല് ലേലു ആദ്യം തന്നെ വലിയൊരു ലേലു പറയാം. അല്ല, നമ്മള് പറഞ്ഞു പറ്റിച്ചിട്ടേ. പറഞ്ഞു പറ്റിച്ചെന്ന് പറഞ്ഞാല് സത്യമായിട്ട് കേട്ടോ നല്ല ചമ്മലുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞങ്ങള് അന്ന് നിർത്തിയത് മലയുടെ മുകളിൽ കയറിട്ട് ഞങ്ങൾ വേറെ രൂപത്തില് വേറെ ഭാവത്തിൽ വരുന്നു. അന്ന് ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം മഞ്ജമ്മയും സിമിച്ചേച്ചിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ പോയ പോലെ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ഒന്നും സംഭവിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അന്ന് എന്താണെന്നറിയോ പ്ലാൻ ചെയ്തത്, ഞങ്ങൾക്കൊരു സീരീസ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നായികമാർ ഞങ്ങൾ രണ്ടുപേരും തന്നെ ആയിരിക്കും. അപ്പം ഞങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ വേറെ ആരും വെക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു സീരീസ് അങ്ങ് പ്ലാൻ ചെയ്യാം. ഞാനും സിമിയും ഇവളും ഗ്രീഷയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ പക്കയായി. എന്ത് സാധനം അത് കോമഡി ത്രില്ലർ. യെസ്, കോമഡി ത്രില്ലർ. അയ്യോ, കണ്ടാച്ചാലും മതി. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. പക്ഷെ അപ്പോഴത്തേനും ഒരു എപ്പിസോഡ് മുക്കാലത്തോളായിട്ട് ഷൂട്ട് ചെയ്തോളൂ. അപ്പോഴത്തേനും ഇതായിപ്പോയില്ലേ, ലോക്ക്ഡൗൺ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കട്ടപ്പുറത്ത് അങ്ങനെ ഇരുന്ന് ഞങ്ങളങ്ങനെ കുറേ നാൾ പിന്നെ ബ്ലാക്കീസ് ചെയ്യാനും പറ്റിയില്ല, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യാനൊന്നും പറ്റാതായി അങ്ങനെ ഇരിക്കണായിരുന്നു ഞങ്ങള്. അപ്പം എല്ലാവരും പറഞ്ഞു നിങ്ങൾ അപ്പം ഞങ്ങൾ എല്ലാവരും തിരിച്ചു വാ ഗ്രൂപ്പിലെ പിള്ളേരൊക്കെ പറഞ്ഞ് തിരിച്ചൊന്നും അവിടെ പോയിരുന്നല്ലോ. അപ്പം എല്ലാവരും പറഞ്ഞ് തിരിച്ചു വാ നമുക്ക് നിങ്ങൾ ബ്ലാക്കീസിലെ എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മളെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ടാ ഞങ്ങൾ വരണോണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ബ്ലാക്കീസിനി രണ്ടാമത് വന്നോ എന്ന് ചോദിച്ച്. അപ്പോൾ ഒരു 80% ആൾക്കാർ വന്നെന്ന് പറഞ്ഞ്, ബാക്കി 20% വലിയ താല്പര്യം ഉണ്ടായില്ല. എന്താ കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ഇന്നിപ്പോ ഇത് നമ്മുടെ ബ്ലാക്കീസ് വ്ലോഗിന്റെ ഫസ്റ്റ് എപ്പിസോഡ്, അതായത് രണ്ടാമത് തിരിച്ചു വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് എപ്പിസോഡാണ്. ഇച്ചിരി എനർജി ആയിട്ടൊക്കെ ഇരിക്കടി, ചമ്മല് മുഖത്ത് കാണിക്കണ്ട. അല്ല, പിന്നെ ഇപ്പൊ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പം വെബ് സീരീസ് ഞങ്ങൾ നിർത്തിയിട്ടൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ തുടങ്ങൂലേ. ഈ ലോക്ക്ഡൌൺ ഒക്കെ ഫുള്ളായിട്ടൊന്ന് കഴിഞ്ഞിട്ട് തുടങ്ങും. അപ്പൊ അത് ഞങ്ങൾ വെബ് സീരീസിൽ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിന്റെ കമന്റിൽ ഒന്ന് എഴുതിയിട്ടേക്കണം കേട്ടാ. ഇനിയിപ്പോ വരണ്ടെന്നാണെങ്കിൽ അതിനും കൂടി കാശ് മുടക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതിന് ഇച്ചിരി ചെലവുള്ള സംഭവമാണ്, ബ്ലാക്കീസ് പോലെ അല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇന്നിപ്പോ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല, വിശക്കണില്ലേ, കുക്ക് ചെയ്യാം. വെറൈറ്റി ആയിട്ട് എന്താ ഉണ്ടാക്കാം? നമുക്ക് ചീസ് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? മുട്ടയുണ്ട്, ഓംലെറ്റ്, ചീസും കൂസൊന്നും ഇവിടെ ഇല്ല. അന്ന് ഫിഷിന്റെ പ്രോഡക്റ്റ് എന്തെങ്കിലും? ഫിഷ് ഇവിടെ ഫ്രഷ് കിട്ടില്ല. മഞ്ജു ഇവിടെ കിട്ടണ എന്താ നിനക്കല്ലേ അറിയാൻ പാടിത്? എന്തൊരു പാടിത് ഞാൻ പറയണത് കിച്ചൺ പറഞ്ഞ എന്താണ്ട് കിട്ടിക്കുന്ന ഇളക്കണാണല്ലോ. എടി, ഇത് എന്റെ വീടാണോ, അതിന് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി നിന്റെ സഹായം ഞാൻ നിൽക്കുവോ? അന്ന് പിന്നെ എന്താ ഉണ്ടാക്കേണ്ടത്? നീ തന്നെ ഡിസൈഡ് ചെയ്യും എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം. ഞാൻ പ്രകൃതിദത്തമായ ഭക്ഷണത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് പേരക്ക നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ? അല്ല, ഇത് വേറെ സ്ഥലമാണ്. നിന്റെ സിംപ്ലിമിയും കുംപ്ലിമിയും ഒന്നും അല്ല. ഇവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ, ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ട എല്ലാവരും. മസ്റ്റ് ഒന്നും അല്ല. മസ്റ്റ് അല്ല എന്ന് പറയുന്നത് എന്താണ്? മസ്റ്റാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അവിടെ കൊണ്ടുപോകേണ്ട കാര്യം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വേറെ, എന്റെ സബ്സ്ക്രൈബേഴ്സ് വേറെ. അതായത് ഞാൻ പലതും കുറെ വെറൈറ്റീസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അത് ഇവളുടെ പോലെ പൊട്ടത്തരമൊന്നുമല്ല ഞാനവിടെ ചെയ്യാൻ പോണത്. താല്പര്യം ഉള്ള ആൾക്കാരുണ്ടാവൂടി. ഈ വ്ലോഗ് ഞാൻ ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ നിർത്താണ്. ബ്ലാക്കീസ് നിർത്തി, ഇനിയില്ല. നീ തന്നെ താനെ ചെയ്യും. ഇല്ല അതല്ലേ പറഞ്ഞത്. അപ്പഴത്തേന് സിംപ്ലിമിയിലോട്ട് പോയി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നോട്ടാ. പിന്നില്ലേ, അപ്പൊ വെറൈറ്റി ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ പുറകില് അപ്പുറത്തെ വീട്ടിലെ ഇവിടത്തെ അല്ല,
മാവ് നിപ്പുണ്ട്. അതില് അപ്പുറത്തെ വീട്ടിലെ മാവിന്റെ ഒരു ചില്ല നമ്മുടെ കൂടെ കിടക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ മാവിന്റെ ചില്ല ഇപ്പുറത്തെ വീട്ടിലേക്ക് കിടക്കുന്നത്. അതിനൊരു 5-6 ആൾക്കാരേക്കും എന്തായാലും പറിക്കുമ്പോൾ കേൾക്കും. ആ മാങ്ങയെല്ലാം നമ്മുടെ മുറ്റത്താണ് വീഴുന്നത്. അപ്പം മുറ്റത്ത് വീഴാതെ ആ മാവിൽ നിന്ന് മാങ്ങ എടുത്ത് നമുക്ക് പറിച്ചിട്ട് അച്ചാറിട്ടിട്ട് കഞ്ഞിയും ഉണ്ടാക്കാം. കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. അത് ആര് കയറി പറിക്കും? എടി സാധാരണ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ മാങ്ങ പറിച്ചുകൊണ്ടിരുന്ന തോട്ടി വെച്ചിട്ടാണ്. കുഞ്ഞു കുഞ്ഞു കഷ്ണം നോക്കിയിട്ടുണ്ട് നിങ്ങൾ. ഇതൊരു കുപ്പി ഉണ്ടാവോ? ഒരു കുപ്പി ഉണ്ടാവും അല്ലേ? ഒരു വലിയ കുപ്പിയല്ല, ചെറിയ കുപ്പി ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇത് വെളുത്തുള്ളി പൊളിക്കാൻ പോകണ്ട. നിങ്ങളൊക്കെ എങ്ങനെ വെളുത്തുള്ളി പൊളിക്കണം? ഞാനെങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെ അല്ലിയെടുക്കും, ഇങ്ങനെ അല്ലിയെടുക്കും. എന്നിട്ട് ഇതിൻ്റെ നടുക്കതേത് ഇങ്ങനെ ഒന്ന് ഒരു വെട്ട് വെട്ടും. എന്നിട്ട് ഇതേ ഇങ്ങനെ വേഗം അത് പൊളിഞ്ഞു പോരും. കണ്ടോ? എനിക്ക് ഞാൻ ഇങ്ങനെ ആദ്യം ഞെട്ട് കളയും. അപ്പൊ ഞെട്ടൊന്ന് കളയൂല ഏറ്റവും അങ്ങനെ കളയണ്ട. അതെ ഇതിങ്ങനെ ഇതിന്റെ നടുക്ക് ഇതിങ്ങനെ ഒന്ന് മുറിക്കും. എന്നിട്ട്
ആ ഞത്തെ പിടിച്ചതാക്കുമ്പോ ഇങ്ങനെ അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത്. എന്താ നീ ചെയ്യാത്തത്? എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ എളുപ്പം. അതാ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വെളുത്തുള്ളി എങ്ങനെ അരിയണം, പച്ചമുളക് എങ്ങനെ അരിയണം. ഞാൻ ടിപ്പൊക്കെ കൊടുക്കുന്ന ആളാണ്. ഇവിടെ എന്താണെന്നല്ല, ഞാൻ സിംപ്ലി മില്ലേ കൊടുക്കുള്ളൂ, ബ്ലാക്ക് ഈസി കൊടുക്കാറില്ല. ഇവിടെ മിക്കവാറും ഞാൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞു. എന്റെ മോൾക്ക് വേറെ ആരെങ്കിലും ബ്ലാക്ക് ഈസ്റ്റിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? പറയേ എനിക്കെന്താ കുഴപ്പം? ഇതിന് ആര് വന്നാലും നമ്മളൊക്കെ ചെയ്യും. ഒന്നൊരു കാര്യം ചെയ്യട്ടെ, ഒരു എപ്പിസോഡ് ഇവളും വേറെ ആരെങ്കിലും വെച്ച് ഒന്ന് ചെയ്യട്ടെ. അവര് തമ്മിൽ എന്താണ് സിങ്ക് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ തീരുമാനിക്കാനൊന്നും. ഭയങ്കര സിങ്ക് നോക്കുന്ന ആളാണ്. എന്നിട്ടാണ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒറ്റക്ക് പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ തീരുമാനം, അത് എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹങ്ങൾ. എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹം അങ്ങനെയൊക്കെ കണ്ടവരെ ഇതായിട്ട് ബ്ലാക്ക് ഈസ്റ്റ് ആണ്. അത് ബാക്കിയുള്ളവരും കൂടി അംഗീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി തരാൻ തയ്യാറാണ്. അംഗീകരിച്ചു കൊടുക്കരുത്. എന്നോടൊക്കെ നിന്റെ പ്രശ്നം അത് നീ എന്നെ തേക്കുന്നു. അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ആരെയാണ് തേച്ചതെന്നുള്ളത്. അല്ല, നീ പലതവണ എന്നോട് പറയണത് ഈ ബ്ലാക്ക് ഈസ്റ്റിൽ നീ ചേരണില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അത് എന്തോരം എനിക്ക് എന്തോരം മാനസിക സംഘർഷങ്ങൾ. ബ്ലാക്ക് ഈസ്റ്റിൽ അതായത് ഇവള് യഥാർത്ഥത്തിൽ പറഞ്ഞ സത്യത്തിൽ എനിക്ക് എന്ത് വിഷമം ഉണ്ടാവുണ്ടെന്നറിയോ? അതായത് ഒരു ദിവസം കിഴക്കമ്പലത്ത് വീട്ടിലിരിക്കുമ്പോ ഇവിടെ വിളിച്ചേക്കാണ്. വെച്ചിട്ട് പറയാണ്, ഇപ്പൊ അവള് അഭിനയിക്കും കേട്ടാ. ഇനിയുള്ളതൊക്കെ പൂർവാധിക ശക്തിയോടുകൂടിയുള്ള ഇവളുടെ അഭിനയമാണ് സത്യം പുറത്തു വരുമ്പോ. എന്നിട്ട് ഇവള് പറയാണ്, മഞ്ജുവേടാ ഞാൻ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. ഞാനിങ്ങനെ വെറുതെ വീട്ടിലിരുന്നിട്ടേ ഭയങ്കര ബോറടി. തന്നെയുമല്ല ഇപ്പൊ ബ്ലാക്ക് ഈസ്റ്റിൽ അങ്ങനെ വരുമാനം ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് നമ്മുടെ സ്വന്തം ബ്ലാക്ക് ഈസ്റ്റിൽ ഇപ്പൊ വരുമാനം ഒന്നും ഇല്ലേ തന്നെ. അപ്പൊ ഞങ്ങൾ മീൻസ് ഇവളും സാബു ഞങ്ങളപ്പോ എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങള് രണ്ടും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ അത് ക്ലിക്ക് ആവുകയാണെങ്കിൽ, ഇങ്ങനെ കൂടി പറഞ്ഞേ, അത് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇനിയിപ്പൊ ഞാൻ ബ്ലാക്ക് ഈസ്റ്റിൽ വരില്ല കേട്ടോ, ആരെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞ അഭിനയം സിനി മാങ്ങുന്ന വന്നില്ല കണ്ണി കുത്തു നീ മാങ്ങ തിന്നുന്ന പോലെ. ബ്ലാക്ക് ഈസ്റ്റ് വേണ്ടെന്ന് ഞാൻ ഒരിക്കലും എവിടെയും ഒരു പ്ലാറ്റ്ഫോമിലും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കണില്ല. സിംപ്ലി മീ തുടങ്ങാൻ കാര്യം ഇവള് മാത്രമാണ്. നീ ഒറ്റയ്ക്കൊരു ചാനൽ തുടങ്ങ്, ഒറ്റയ്ക്കൊരു കാരണം നമുക്ക് അതായത് നീ ഇടേണ്ടത് നീ ഇട്ടോ, നമ്മൾ തമ്മിലിടേണ്ടത് നമുക്ക് ഇടാം, അവർക്ക് തുടങ്ങ് എന്നൊക്കെ പറയണുണ്ട്. എന്നിട്ട് ഇവള് പറയണ കേട്ടോ, ഇവള് എന്താ ചെയ്യേണ്ടത്? ഇവള് നല്ല സൂപ്പറായിട്ട് അഭിനയിക്കണ മനുഷ്യത്തിയാണ്. ഞാനൊന്നും പറയാനില്ല മനുഷ്യ, എനിക്കത് ഭയങ്കര ഫീൽ ചെയ്താ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു എനിക്ക് മഞ്ജു, അത് എനിക്ക് ഭയങ്കര ഇല്ല ഞാൻ നീ ചിരിപ്പിക്കാൻ നോക്കിയത്. എനിക്ക് വിഷമമായി, സത്യമാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് പറയണം. അല്ലാതെ പുറത്തേക്ക് നോണോ എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റില്ല. നോണ നമ്മൾ എവിടെ പറയുന്നോ എവിടെയെങ്കിലും വെച്ച് അത് മുറിയും. ഇല്ലേ, നീ വലിയ വർത്താനം പറയാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ വാക്ക് മാറ്റി പറയുന്നത് സത്യമാണ്. ദൈവം ഈ കത്തി ഒന്ന് ഇവളുടെ പള്ളി കയറ്റാൻ എനിക്ക് പറ്റിച്ചെങ്കിലേ ഇപ്പൊ ഞാൻ ഇവിടെ കൊന്നിട്ടാണ് ഇവിടെ. ഞാൻ ദേ കുനുകുനാ അരിഞ്ഞേക്കുന്ന മാങ്ങ, ഞാൻ കുനുകുനാ അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി. വാ ഇനി നമുക്ക് അച്ചാറിടാം. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് പച്ചമുളക് അരിയാം. ഇഞ്ചി വേണോ വേണ്ടേന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആലോചിക്കാം. ചിലപ്പോൾ ഇഞ്ചി ഇടും, ചിലപ്പോൾ ഇഞ്ചി ഇടൂല. എന്താണ് ഇണ്ടാതിരിക്കണമെന്നാണോ ചേച്ചി? അപ്പൊ സിമി അരിഞ്ഞ മാങ്ങ, സിമി അരിഞ്ഞ വെളുത്തുള്ളി, മഞ്ജു ഉണ്ടാക്കുന്ന അച്ചാറ്. ഇല്ല ആ സാധനത്തില് ഞാനിനി എന്റെ പേര് മഞ്ജു പത്രോസ് എന്നാണെങ്കിൽ ഇനി ഞാൻ ആ സാധനത്തിൽ കൈവെക്കണമെങ്കിൽ ഞാൻ രണ്ടാമത് ജനിക്കണം. ചുമ്മാതെ നല്ല വാശിയുള്ള കൂട്ടത്തിലാണ്. കുറച്ച് പച്ചമുളക് വേണം കേട്ടോ നമുക്ക്. പച്ചമുളകും ഇഞ്ചിയും വേണം കുറച്ച്. ഒരു കറിവേപ്പില എടുക്കാൻ പോയിട്ട് ഇനിയിപ്പോൾ അത് നട്ട് മുളച്ച് അത് വലുതായി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് തോന്നണം. കുറേ നേരമായി മുങ്ങിയതായിരിക്കുള്ളൂ പണിയെടുക്കാൻ മടിയായിട്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവല്ലേ വെറുതെ വേറൊരു പണിയില്ലാതെ അച്ചാറുണ്ടാക്കാൻ പഠിപ്പിക്കണമെന്ന്. സത്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ എത്ര പേർക്ക് അച്ചാറുണ്ടാക്കാനാണ്? നമ്മുടെ അമ്മമാരൊക്കെ അച്ചാറുണ്ടാക്കും. എത്ര പേർക്കറിയാം? നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും.
ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നമ്മൾ ഒരു കാര്യം പഠിക്കും. എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ വന്നല്ല, അരമണിക്കൂറായല്ലോ. ഇത്രയും വലുതാക്കി ഞാൻ അച്ചാറിടാമോ, എനിക്ക് ഇഷ്ടമുള്ള ഇനി എണ്ണ ഒഴിക്കും. ഒഴിച്ചോട്ടെ മുട്ട. നീ ഇത് അധികം വേണം. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ആ മതി. നല്ലെണ്ണ കേട്ടാ, നല്ലെണ്ണ. ആദ്യം കടുക് പൊട്ടിക്കണം. ആദ്യം ഉലുവ പൊട്ടിക്കണം എന്ന് നമ്മുടെ മഞ്ജൂസ് കിച്ചണിലെ പ്രശസ്ത നടിയായ മഞ്ജു പറയുന്നു. സാധാരണ എല്ലാവരും ഓക്കെ. അപ്പൊ ആദ്യം കുഴപ്പമുണ്ടോ എന്നിട്ട് നമുക്ക് ആദ്യം ഉലുവ എന്തോരം വേണോ വെച്ചേ? ഇത് മതിയാ? മതി എന്നൊക്കെ തോന്നുന്നു. എനിക്ക് വലിയ പരിചയമില്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്തുവാ എന്നിട്ട് ഒന്ന് പൊട്ടണം. ഒന്ന് കണ്ടോ, കടുക് ഇട്ടാൽ ഇരുപത് പൊട്ടൂല. ഇനി കടുക് മതി. പൊട്ടട്ടെ. ഇതെന്താ ഒരു ലോഡ് കടുക് ഇട്ടാ നീ പൊട്ടിത്തീരാത്തെന്താണ്? കടുക് തണ്ടേ ഇതൊന്നും എനിക്ക് ഇത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇഷ്ടം മതി. വെളുത്തുള്ളി ഇട്ടാ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇടണം അല്ലേ? കായം നമുക്ക് മറ്റേ മുഴുവൻ കായം ഇടാം. ഞങ്ങള് തോട്ടി വെച്ച് പറിച്ച് അരിഞ്ഞ് പിന്നെന്ത് ചെയ്തു നമ്മള്? വെളുത്തുള്ളി അരിഞ്ഞ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞ്, മഞ്ജു വേപ്പല പ്ലീസ് കൃഷ അപ്പ്. വേപ്പില പറിക്കാൻ പോയി, മഞ്ജു തലേം തല്ലി വീണ്, അയ്യോ കരിഞ്ഞു പോകും, ഇതിട് മഞ്ഞപ്പൊടി, വീണ് ഉണ്ടാക്കിയ അച്ചാറ് ഭയങ്കര സ്വാദായിരിക്കും. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു പറ്റി ആദ്യം മറ്റേ ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി നേരം മാങ്ങ വെക്കണമായിരുന്നു. അപ്പൊ ഇതിനൊന്നും സമയമില്ല. ഉപ്പിട്ടോ? മാങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങ ഇട്ടാ അധികം വേദിക്കണ്ടല്ലോ. വേണ്ട, ജസ്റ്റ് ഉപ്പിട്ടാ കിടക്കാം. ശരിക്കും അച്ചാറൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന അമ്മമാര് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലാന്ന് പറയുന്നത്. അതങ്ങനെയൊന്നല്ലടാ. സുരാജേട്ടന് ഏത് പറഞ്ഞതിനൊക്കെ പറയില്ലേ അങ്ങനെയല്ലാന്ന്. മറ്റേ ടയറിന്റെ ഉള്ളിൽ കൂടി പോകുമ്പോഴത്തേനും നീ കണ്ടിട്ടില്ലേ അത്? അയ്യോ ചിരിച്ച് ചാകാൻ പണ്ടാരം. എത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇത് കാണുമ്പോഴത്തേക്കും വായന്ന് വെള്ളം ഇങ്ങനെ ഒഴുകൂലേ. എന്റെ മോള് കഞ്ഞിയായിട്ട് ഇപ്പൊ എനിക്ക് തരും. അതിന് അരി നീ കഴുകണം. അരി കഴുകടി, കഴുകടി അരി. എന്നിട്ട് എരിവുണ്ടാന്ന് നോക്കട്ടെ. ശരി, ഇവിടെ ഇരുന്നിട്ട് നല്ലതാണ്. എരിവ് കൂടുതൽ, അതുകൊണ്ടാ. എന്തോരം ഒഴിക്കണമെന്ന് പറഞ്ഞു. ഈ സ്പൂണിൽ ഒരു സ്പൂൺ മതി മതി. ഈ വിനാഗിരിയുടെ പുളിയും മാങ്ങയുടെ പുളിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ വെച്ചേ? ഇച്ചിരി ആ വിനാഗിരിയുടെ പുളി വന്നത് ഒരു പ്രത്യേകതയാണ്. എന്താ ടേസ്റ്റ് വന്നേ. എനിക്കൊരു കുപ്പിയിലാക്കി തന്നെ കേട്ടാ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. ആകെ ഒരു കുപ്പിയുള്ളൂ സിമി. കായിട്ടില്ലല്ലോ. കായ ശരിക്കും പറഞ്ഞാൽ അത് അന്നേരം ഇടുന്നതായിരുന്നില്ല. കായിടാം. കായത്തിന്റെ പൊടി ഇടാം അല്ലേ? കുറവ് തോന്നിയത് എനിക്ക്. കായപ്പൊടി ഇടാം അല്ലേ? പൊടി മതി. ഈ കായത്തിന്റെ കുത്തല് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇതുമില്ല കേട്ടോ. ആൾക്കാര് പറയില്ലേ മതി.
ക്രീഷയുടെ കണ്ണീന്ന് ഇങ്ങനെ പൊന്നിച്ച് പറക്കണം ഉപ്പ് കൂടി പോയിട്ട്. അല്ല കഞ്ഞിക്ക് ഉപ്പിടണ്ട. അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. ഒരു അച്ചാറ് കമ്പി തുടങ്ങിയാലോ സിനി? അതെ പൊളിക്കും. ഇനിയില്ല ഇത് കുപ്പിയിലേക്ക് ആക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നല്ലെണ്ണയും വിനാരി കൂടി ഒഴിച്ച് മുകളിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും കേടാവൂല. കുറേ നാളിങ്ങനെ ഇരുന്നു പിന്നെ ഇനി വേണം കേട്ടോ. മതി. ഓക്കെ, അപ്പം ഞങ്ങൾ വേഗം പോയി കഞ്ഞിക്കിട്ട് ഇവർക്ക് കഞ്ഞി കൊടുക്കട്ടെ. അപ്പം എന്തായാലും ശരി, ടാറ്റ ബൈ ബൈ. ടാറ്റാ.